പ്രബുൽ അല്ലേ? പ്രബുൽ എന്നല്ലേ പേര്? വിഭു എന്നാണ് പേര്. വിഭു എന്നാണ്, സോറി. വിഭു, വിനീഷ്, വൈശാഖ്, നിഷ. ഓക്കെ, എല്ലാ വീലിങ്ങനെ ശ്വാസൂഷം എന്നൊക്കെ കിടക്കാണ്. ചേട്ടാ എന്തുണ്ട് വിശേഷം? ഞങ്ങൾക്ക് സുഖമാണ്. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എന്ത് ചേട്ടൻ ജോലി എന്താ? ജോലി കൂലിപ്പണിയാണ്. കൂലിപ്പണിയാണ്. ഓക്കെ, മക്കള് എത്രയിലാ പഠിക്കുന്നേ? 7ൽ പഠിക്കുന്നു. മോനോ? 7ാം സ്റ്റാൻഡേർഡ്. 7ാം സ്റ്റാൻഡേർഡ്. രണ്ടുപേരും 7ലാണ്. ഓക്കെ, ഇരട്ടാളാണ് ഇവര്? അല്ല. ഓക്കെ, രണ്ടുപേരും പക്ഷെ ഒരുമിച്ച് ഒരു ക്ലാസ്. അതെ, ഒരു വയസ്സിന് ഡിഫറന്റ് ആണ്. അപ്പൊ രണ്ടുപേരെ ഞങ്ങൾ ഒരുമിച്ച് ചേർത്തു. അത് കൊള്ളാം. ഒരേ ക്ലാസ്സിലാണ്. ഒരേ ക്ലാസ്സില്. എങ്ങനെയാ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുവോ ക്ലാസ്സിൽ പോയിട്ട്? ഇല്ല. ആര് പഠിക്കാൻ മിടുക്കൻ ഈ കൂട്ടത്തില്? ഒരേപോലെ. ക്ലാസ്സിൽ വീട്ടിൽ വന്ന് കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്താറുണ്ടോ? ഉണ്ട്. കമ്പൈൻ സ്റ്റഡി ആണോ കമ്പൈൻ ഇടിയാണോ എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതുണ്ട്. കമ്പൈൻ ഇടി നടക്കാറുണ്ടെന്നാണ് അമ്മ പറയുന്നത്. ചേച്ചി ഹൗസ് വൈഫ് ആണോ? അതെ. ഓക്കെ, ഹാപ്പി? ഓക്കെ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഓക്കെ, ഞങ്ങളെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ ഡാൻസ് റീൽസ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നു? ഇതൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ ഞങ്ങൾ മിക്കതും ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം പേശ അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇടുന്ന ഡ്രസ്സുകൾ തന്നെയാണ് അതിനെ ഒരു ഡാൻസ് കോസ്റ്റ്യൂമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ഓരോ പാട്ട് ഡാൻസ് റീൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ പാട്ടിന് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്യും. ഓക്കെ, ചേട്ടന് ഡാൻസിനോടുള്ള ഒരു പാഷൻ വളരെ വലുതാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഡാൻസ് കളിച്ചു തുടങ്ങിയത്, എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ ഉള്ളതെന്ന് പറയോ? ഡാൻസ് ചെറുപ്പം മുതലേ ഞാനൊരു ഡാൻസ് മാസ്റ്ററെ കൂടെ നിന്ന് ഡാൻസ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഡാൻസ് ക്ലാസ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നിർത്തി വെച്ചിരുന്നതാണ്. എന്ത് പറ്റി നിർത്താൻ കാരണം? നിർത്താൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു ഡാൻസിൽ കാരണം ഒരു വല്ലാത്തൊരു സാഹചര്യം ആയിരുന്നു നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം വന്ന സമയത്ത് അപ്പോഴും സ്റ്റോപ്പ് ചെയ്തതാണ് ഡാൻസ്. ചേച്ചി പറഞ്ഞോ സ്റ്റോപ്പ് ചെയ്യാൻ? അല്ല, വിവാഹത്തിന് മുമ്പേ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തു. എങ്ങനെയാ? പ്രണയ വിവാഹം? പ്രണയ വിവാഹമായിരുന്നു. അപ്പോൾ പിന്നെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ്. പ്രണയിപ്പിക്കുമ്പോ ചേച്ചി പറഞ്ഞോ ഡാൻസ് നിർത്താൻ വല്ലതും പറഞ്ഞോ? ഇല്ല, എനിക്ക് അറിയില്ലായിരുന്നു ഡാൻസ് കളിക്കുമെന്ന് അറിയില്ലായിരുന്നു. വൈഫിന് അറിയില്ലായിരുന്നു ഡാൻസ്. എനിക്ക് ഡാൻസ് അറിയാമെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മക്കളായപ്പോഴത്തേക്കാണ് ഈ ടിക്ടോക്ക് വന്ന സമയത്താണ് വൈഫ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ടിക്ടോക്ക് ഒരു ആപ്പുണ്ട്, അതിലാണ് ഡാൻസ് ചെയ്തു തുടങ്ങിയത്. ചെയ്തപ്പോ ഇങ്ങനെ ഇവിടം വരെ എത്തി. അതെ. ഓക്കെ, അപ്പം ചേച്ചി ഡാൻസ് പഠിച്ചിട്ടില്ല, ചേട്ടനാണ് ചേച്ചിയെ പഠിപ്പിച്ചതും മക്കളെ പഠിപ്പിച്ചത്? ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. എങ്ങനെയാ? നല്ല അടി തന്നിട്ടാണോ പഠിപ്പിക്കുന്നേ? ചില സമയത്ത് വഴക്ക് കിട്ടാറുണ്ട്. സ്റ്റെപ്പ് ഒക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാഷാന്ന് തോന്നുന്നു ഡാൻസ്. ഞാൻ വഴക്ക് പറയാറുണ്ട്. കാരണം അവർ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴക്ക് പറയുന്നതാണ്, ഞാൻ കൊണ്ട് പറയുന്നതാണ്. ഇടയ്ക്ക് ഈ ഡാൻസ് ബ്രേക്ക് ചെയ്തത് അല്ലെങ്കിൽ നിർത്തി വെച്ചതിൽ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് നിർത്തിയത് വെച്ചിട്ട് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ എനിക്കൊരു ചെറുപ്പം മുതലേ ഡാൻസ് വളരെ ഇഷ്ടപ്പെട്ടൊരു കലയാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പൊ എൻ്റെ മക്കളിലൂടെയും എൻ്റെ വൈഫിലൂടെയും ഞാനിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ചേട്ടന് നോട്ട് ചെയ്ത പോയിന്റ് സാധാരണ പറയുന്നത് എൻ്റെ മക്കളിലൂടെ ഞാനത് സാധിക്കും എന്നാണ്. ചേട്ടൻ പറയുന്നത് ഞാൻ എൻ്റെ മക്കളിലൂടെയും ഭാര്യയിലൂടെയും സാധിക്കും എന്നാണ്. അത് ഭയങ്കര ക്വാളിറ്റി. അതെ, കാരണം എന്നെ ഇതുവരെ എത്തിച്ചത് അവർ 3 പേരാണ്. കാരണം എൻ്റെ കൂടെ കാരണം ഇന്നത്തെ കാലത്ത് ചില സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ, അച്ഛനും മക്കളും വീട്ടിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷേ ഞങ്ങളുടെ ഈ വീട്ടിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്നോടത്ത് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും നല്ല സപ്പോർട്ടിങ് ആണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.